ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ, ഡോക്ടർ സ്കിൻ. അത്യാധുനിക സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും എല്ലാ ത്വക്കുരോഗ ചികിത്സകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ ഏറ്റവുമധികം ബ്രാഞ്ചുകളുള്ള സ്കിൻ കെയർ ക്ലിനിക് ഡോക്ടർ സ്കിൻ, ചെറുട്ടി റോഡ്, കോഴിക്കോട്. കോൾ 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ സഹകരണ ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫ്വാൻ തുറക്കൽ. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമുള്ള ഒന്നാണ്. എല്ലുകളുടെയും മസിലുകളുടെയും തലച്ചോറിൻ്റെയും പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി. എന്നാൽ ഇന്ന് നിരവധി പേരിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്ക് കാണാൻ കഴിയുന്നു. വന്ധ്യതയ്ക്ക് പോലും ഇന്ന് കാരണമായ ഒന്നായി വൈറ്റമിൻ ഡി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ? ഒന്നാമതായി അമിതമായ ക്ഷീണം. ഒരു ജോലിയും ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിരവധി പേരിൽ കാണുന്നത്. മറ്റൊന്ന് ഉറക്കക്കുറവ്. ഉറങ്ങാൻ ആഗ്രഹിച്ചാലും കഴിയുന്നില്ല. ശരീരവേദന, പ്രത്യേകിച്ച് എല്ലുകളിൽ ജോയിൻറ്റുകളിലുള്ള വേദന. അതുപോലെ തന്നെ അമിതമായ ദേഷ്യം, സങ്കടം അഥവാ ഒരു ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. മെയിൻലി ബ്രെയിൻ സെൽസിൻ്റെ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. എന്നാൽ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പലരും അങ്ങനെ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് മുടി കൊഴിച്ചിൽ. പ്രത്യേകിച്ച് കാരണമില്ലാതെ മുടി കൊഴിയുന്നു. അതുപോലെ തന്നെ ഒരു കാരണമില്ലാതെ മസിൽ വീക്ക്നെസ്. മസിലുകൾക്ക് ഒരു കാര്യവും ചെയ്യുവാനുള്ള ശക്തിക്കുറവ്. അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവ്. ഇടയ്ക്കിടയ്ക്ക് പിടിപെടുന്ന രോഗങ്ങൾ. ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പല രോഗങ്ങളും ഇങ്ങനെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൈറ്റമിൻ ഡി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ 20 നാനോഗ്രാമിന് താഴെയാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി എങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി കുറവ് കാണിക്കുകയാണെങ്കിൽ ആദ്യമായി കൃത്യമായി വെയിൽ കൊള്ളുക. അതായത് സൂര്യവെളിച്ചം ശരീരത്തിൽ തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ അത് കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നു. എന്നാൽ കൂടുതൽ പേർക്കുള്ള സംശയമാണ് ഏത് സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടത് എന്ന്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പുതിയ പഠനങ്ങൾ പറയുന്നത് കൂടുതലായും രാവിലെ 10 മണി മുതൽ ഒരു 3 മണി വരെയുള്ള വെയിലാണ് കൂടുതൽ കൊള്ളേണ്ടതെന്നാണ്. കാരണം ഈ സമയത്ത് മാത്രമാണ് സൂര്യനിലെ ഷോർട്ട് വേവ്സ് നമ്മുടെ ശരീരത്തിൽ തട്ടുകയും നമ്മുടെ രക്തത്തിൽ വൈറ്റമിൻ ഡി സിന്തസൈസ് നടക്കുകയും ചെയ്യുന്നത്. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി ദിവസത്തിൽ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് നമ്മൾ വെയിൽ കൊള്ളേണ്ടത്. ആഴ്ചയിൽ 2-3 ദിവസം ഇത് ശീലമാക്കുകയാണ് ചെയ്യേണ്ടത്. ഭക്ഷണത്തിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് ഭക്ഷണത്തിൽ മാത്രമേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ. പ്രധാനമായും ഇലവർഗ്ഗങ്ങൾ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ ഇവയിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൂൺ, മഷ്റൂം, ഇതിൽ ധാരാളമായി വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഡി വളരെ കുറവായി നിങ്ങളുടെ രക്തത്തിൽ കാണിക്കുകയാണെങ്കിൽ ഒരു അംഗീകൃത ഡോക്ടറെ സമീപിച്ച് ആവശ്യാനുസരണം വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് സപ്ലിമെന്റ് എടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ഹോമിയോ ചികിത്സയും ഇന്ന് ലഭ്യമാണ്. ഹോമിയോപ്പതിയിൽ നിരവധി മരുന്നുകൾ ഇന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കൃത്യമായൊരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ സഫ്വാൻ തുറക്കൽ. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.